നമസ്കാരം കുഞ്ഞുങ്ങളെ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ICSE സിലബസിലെ മലയാളത്തിൻ്റെ 2ാമത്തെ ചാപ്റ്റർ യേശുവിൻ്റെ ബാല്യം. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കാദ്യം കഥാകൃത്തിനെക്കുറിച്ച് ഒന്ന് നോക്കാം. KP കേശവ മേനോൻ എഴുതിയ യേശുദേവൻ എന്ന കൃതിയിലെ യേശുവിൻ്റെ ബാല്യം എന്ന കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ കിഴക്കേപ്പൊറ്റ കേശവമേനോൻ എന്ന KP കേശവമേനോൻ മാതൃഭൂമിയുടെ സ്ഥാപകനും എഴുത്തുകാരനും ആണ്. 1886 സെപ്റ്റംബർ 1 പാലക്കാട് തരൂർ ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. കഴിഞ്ഞ കാലം, സായാഹ്ന ചിന്തകൾ, ഭൂതവും ഭാവിയും, ജവഹർലാൽ നെഹ്റു, യേശുദേവൻ, രാഷ്ട്രപിതാവ്, ദാനഭൂമി, ജീവിത ചിന്തകൾ ഇവയെല്ലാം KP കേശവമേനോൻ്റെ പ്രധാന കൃതികളാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. പത്മഭൂഷൺ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1978 നവംബർ 9 ഇദ്ദേഹം മരണപ്പെട്ടു. ഇനി നമുക്ക് ഈ പാഠം ഒന്ന് വായിക്കാം. ഇന്ന് നമുക്ക് ഈ പാഠം വായിച്ചു തരുന്നത് ഞാനല്ല, നിങ്ങളുടെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. നമുക്ക് കഥ കേട്ടാലോ? യേശുവിൻ്റെ ബാല്യം. യോസഫും കുടുംബവും നസ്രത്തിൽ താമസം തുടങ്ങുമ്പോൾ യേശുവിന് 4 വയസ്സായിരുന്നു. അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും മറ്റു വീട്ടുജോലികൾ നോക്കുമ്പോഴും മകൻ കൂടെ ഉണ്ടായിരിക്കും. അമ്മ പാടുമ്പോഴും മകൻ കൂടെ പാടും. സ്തോത്രം ചൊല്ലുമ്പോൾ അത് ഏറ്റുചൊല്ലും. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ യേശുവും അതുപോലെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ യോസഫ് പണിയെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ചെത്തുപൂള് വാരിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. കുറെ കൂടെ പ്രായമായപ്പോൾ ഉളിയെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കുവാൻ ശ്രമിച്ചു തുടങ്ങി. കുരിശുണ്ടാക്കുന്നത് യേശുവിന് വലിയൊരു വിനോദമായിരുന്നു അത്രേ. യോസഫ് യേശുവിന് കളിക്കുവാനായി മരം കൊണ്ട് ചെറിയൊരു തോണി ഉണ്ടാക്കിയിരുന്നു. യേശു അതെടുത്തുകൊണ്ട് അമ്മയുടെ അടുക്കളയിൽ ചെന്ന് സന്തോഷത്തോടു കൂടി അത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആരെയും ആകർഷിക്കുന്ന ഒരു പുഞ്ചിരി ആ ഓമന മുഖത്ത് വിളയാടിയിരുന്നു. അയൽവാസികൾക്കെല്ലാം ആ കുട്ടിയെ വളരെ ഇഷ്ടമാണ്. കുട്ടിക്ക് അമ്മ വല്ലതും തിന്നാൻ കൊടുത്താൽ താൻ തിന്നുന്നതിന് മുൻപ് അത് അടുത്തുള്ള കുട്ടികൾക്കോ വഴിയിൽ കൂടി പോകുന്നവർക്കോ കൊണ്ടുപോയി കൊടുക്കും. യോസഫും മറിയയും പറയുന്നത് അണുപോലും പിഴയ്ക്കാതെ യേശു അനുസരിക്കും. കുട്ടിയാണെങ്കിലും ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വൃത്തിയും ഭംഗിയും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അമ്മ വെള്ളം കൊണ്ടുവരുവാനായി കിണറ്റിൻകരയിലേക്ക് പോകുമ്പോൾ യേശുവും ഒന്നിച്ചു പോകും. ചുള്ളിക്കമ്പും ഉണക്കിലയും പെറുക്കി അടുക്കളയിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കും. വല്ലതും വാങ്ങിക്കൊണ്ട് വരാനോ വല്ലവരെയും വല്ല വിവരവും അറിയിക്കുവാനോ യോസഫ് യേശുവിനെ പുറത്തേക്ക് പറഞ്ഞയക്കും. അതനുസരിച്ച് ആ ബാലൻ പ്രവർത്തിക്കുകയും ചെയ്യും. 6-7 വയസ്സ് പ്രായമായിരുന്നപ്പോൾ കുട്ടികൾ സാധാരണ ചെയ്യുന്നത് പോലെ മരത്തിൽ കയറുവാനും പഴങ്ങൾ പറിക്കുവാനും യേശുവിന് ഉത്സാഹമായിരുന്നു. പറിച്ച പഴങ്ങൾ താൻ തന്നെ ഇരുന്ന് തിന്നുകയല്ല ചെയ്യുക, കൂടെയുള്ള കുട്ടികൾക്ക് പങ്കിട്ട് കൊടുക്കും. ചിലപ്പോൾ മറ്റ് കുട്ടികൾ ഒന്നിച്ച് യേശു ഓടിക്കളിക്കും. ഓട്ടപ്പന്തയം നടത്തുവാനും ശ്രമിക്കും. ആ അവസരത്തിൽ ജയം മറ്റുള്ളവർക്കാകട്ടെ എന്ന് കരുതി യേശു തൻ്റെ ഓട്ടത്തിൻ്റെ വേഗം ഒന്ന് ചുരുക്കും. കൂട്ടുകാരൊന്നിച്ച് കളിക്കുക യേശുവിന് ഇഷ്ടമായിരുന്നുവെങ്കിലും പലപ്പോഴും അവരിൽ നിന്നെല്ലാം വിട്ട് തനിയെ ഒരിടത്തിരുന്ന് ചിന്തയിൽ ലയിക്കുന്നതും ആ കുട്ടിയുടെ പതിവായിരുന്നു. അമ്മ കൊടുത്ത അപ്പം കയ്യിൽ പിടിച്ച് മുറ്റത്ത് പോയി ആകാശത്തേക്ക് നോക്കി മേഘങ്ങളുടെ ഗതി സൂക്ഷിച്ചുകൊണ്ട് യേശു നിൽക്കുന്നതും ചിലപ്പോൾ കാണാം. രാത്രി ജനലിനരികിൽ നിന്ന് മന്ദമാരുതന്റെ സുന്ദര സംഗീതം ശ്രദ്ധിക്കും. ചുണയും ജാഗ്രതയുമുള്ള ഒരു കുട്ടിയായിരുന്നു യേശു. തൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് ആ കുട്ടിക്കുണ്ടായിരുന്ന ധാരണ അമ്മയോ അടുത്തുള്ളവരോ പൂർണ്ണമായി അറിഞ്ഞിരുന്നു എന്ന് പറയുക വയ്യ. താൻ കേട്ട ശബ്ദങ്ങളും കണ്ട മനോഹരമായ കാഴ്ചകളും അനുഭവിച്ച വാസനയും രുചിയും തികച്ചും ആസ്വദിക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ യേശുവിന് കഴിഞ്ഞിരുന്നു.
എന്തിനെ നോക്കുന്നതായാലും നമുക്ക് കാണാൻ കഴിയുന്നതിലധികം അവന് കാണുവാൻ കഴിയും എന്ന് യോസഫ് പറയുമ്പോൾ മറിയ ഒന്ന് പുഞ്ചിരി കൊള്ളും. അതിലെന്താണ് അത്ഭുതപ്പെടുത്താനുള്ളതെന്ന അർത്ഥത്തിൽ. രാത്രി ഭക്ഷണം കൊടുത്തു മറിയ മകനെ കൊണ്ടുപോയി കിടത്തും. യേശുവിന് കിടക്കുവാനായി ഒരു ചെറിയ കട്ടിൽ യോസഫ് ഉണ്ടാക്കിയിരുന്നു. അതിന്മേലാണ് കുട്ടി കിടന്നിരുന്നത്. ഇടയ്ക്ക് കുട്ടി കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അവൻ സുഖമായി ഉറങ്ങുന്നുണ്ടോ എന്ന് അമ്മ നോക്കും. കണ്ണും ചിമ്മി കൈവിരലുകൾ മടക്കി തലമുടി ചുമലിൽ വീണ് ഉറങ്ങിക്കിടക്കുന്ന ആ ഓമന സ്വരൂപത്തെ എത്ര നോക്കിയാലും അമ്മയ്ക്ക് മതി വരില്ല. യേശു അധികം വെളുത്തിട്ടല്ലായിരുന്നു. ഇരുനിറത്തിനും നല്ല വെളുപ്പിനും ഇടയിലുള്ള നിറം. മുഖച്ഛായ അമ്മയുടേതാണ്. യഹൂദവർഗക്കാരിൽ സാധാരണ കാണുന്നത് പോലെയുള്ള നീണ്ട അണ്ഡാകൃതിയിലുള്ള സുന്ദര മുഖം, നീണ്ട മൂക്ക്, കറുത്ത കണ്ണുകൾ. മകനെ നല്ലപോലെ കാണുന്നതിനായി മറിയ സ്വല്പം അകലെ ഒരു വിളക്ക് കൊളുത്തി വെച്ചിരിക്കും. കുട്ടികളോടും വലിയവരോടുമുള്ള യേശുവിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റവും പക്ഷികളോടും മൃഗങ്ങളോടും അവൻ കാണിച്ചിരുന്ന ദയയും ആ കുട്ടിയെ അറിഞ്ഞിരുന്നവരെല്ലാവരും പ്രശംസിച്ചിരുന്നു. അന്നത്തെ സമ്പ്രദായമനുസരിച്ച് യേശുവിനെ വിദ്യ അഭ്യസിപ്പിക്കണം എന്ന നിഷ്കർഷ യോസഫിനും മറിയയ്ക്കും ഉണ്ടായിരുന്നു. ദേവാലയത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. വേദപുസ്തകങ്ങളും പ്രവാചകന്മാരെ പറ്റിയുള്ള വിവരങ്ങളുമാണ് പാഠവിഷയം. അധ്യാപകർ കൊടുത്തിരുന്ന ഗ്രന്ഥങ്ങൾ യേശു അതിവേഗം വായിച്ചു തീർക്കും. മുൻപ് തനിക്ക് പരിചയമുണ്ടായിരുന്നതിന്റെ ഓർമ്മ പുതുക്കുക മാത്രമാണെന്ന് തോന്നും ആ ബാലൻ വായിക്കുന്നത് കണ്ടാൽ. അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചാൽ ക്ഷണം ഉത്തരം പറയും. ആ ബാലന്റെ ധാരണാശക്തിയും ബുദ്ധിവൈഭവവും ഓർമ്മിക്കാനുള്ള കഴിവും അധ്യാപകന്മാരിൽ എന്ന പോലെ മറ്റുള്ളവരിലും അത്യധികം അത്ഭുതമുണ്ടാക്കി. യോസഫ് ചിലപ്പോൾ യേശുവിനെയും കൂട്ടി അടുത്തുള്ള കുന്ന് കയറുവാൻ പോകും. അതിന്റെ മുകളിൽ നിന്ന് ചുറ്റും നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ്. ഗലീലയിലെ പല ഭാഗങ്ങളും അവിടെ നിന്നാൽ കാണാം. യാത്ര പുറപ്പെടുമ്പോൾ അവർക്ക് കഴിക്കുവാനായി മറിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു പൊതി യോസഫിന്റെ കയ്യിൽ കൊടുക്കും. യോസഫും യേശുവും കുന്നിൻമുകളിൽ ഇരുന്ന് അതെല്ലാം കഴിക്കും. പിന്നെ കുറെ നേരം പുല്ലിൽ കിടക്കും, ചുറ്റുമുള്ള ശാന്തത തികച്ചും ആസ്വദിച്ചുകൊണ്ട്. വിദ്യാലയത്തിലെ പഠിപ്പിന് പുറമെ വീട്ടിൽ വെച്ചും യോസഫും മറിയയും മകൻ അറിയേണ്ട വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് കുട്ടിയെ വളർത്തിക്കൊണ്ട് വരേണ്ടതെന്ന് തങ്ങൾക്ക് നിർദ്ദേശം തരുവാൻ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. മകനെ വേദം പഠിപ്പിച്ചത് കൊണ്ട് മാത്രം അവർ തൃപ്തിപ്പെട്ടിരുന്നില്ല. പഠിപ്പിൽ എന്ന പോലെ യേശുവിന്റെ നടപ്പിലും അവർ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന ബോധം ആ ബാലൻ ഉണ്ടാക്കുന്നതിന് യേശുവിനെ വേണ്ട പോലെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ പാവനമായ ഒരു ബാധ്യതയാണ് തങ്ങൾക്കുള്ളത് എന്ന വിചാരം യോസഫിനെയും മറിയയെയും വിട്ടുപിരിഞ്ഞില്ല. ഒരു ദിവസം യോസഫും മറിയയും കിടക്കുവാൻ പോകുമ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകനെ നോക്കി യോസഫ് പറഞ്ഞു, യേശുവിനെ പറ്റി വിചാരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ കുഴങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഈ ചെറിയ പട്ടണത്തിൽ നിന്ന് എത്രയോ ദൂരെ എത്തിയിരിക്കുന്നു അവന്റെ ദൃഷ്ടി. കുടുംബത്തെയും വംശത്തെയും സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി യോസഫ് യേശുവിനെ ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹം അതിനെല്ലാം അപ്പുറം കടന്നിരുന്നു എന്ന് യോസഫിന് തോന്നി. ആ വിചാരങ്ങളായിരുന്നു യേശുവിന്റെ ദൃഷ്ടി എത്രയോ ദൂരെ എത്തിയിരിക്കുന്നു എന്ന തോന്നൽ യോസഫിനുണ്ടാക്കിയത്. അമ്മയെയും അച്ഛനെയും അടുത്ത ബന്ധുക്കളെയും യേശുവിന് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹവലയം പരിമിതമായിരുന്നില്ല. ദിനംപ്രതി അതിന്റെ വലുപ്പം കൂടി വന്നു. ഇത് യോസഫിന് അത്ഭുതകരമായി തോന്നി. കാലം അങ്ങനെ കഴിഞ്ഞു. ഓടിച്ചാടി കളിക്കുവാനും ഓരോന്ന് പറഞ്ഞു ചിരിക്കുവാനും യേശുവിനുണ്ടായിരുന്ന ഉത്സാഹം സാധാരണ കുട്ടികളിൽ കാണുന്നതിനേക്കാൾ എത്രയോ അധികമായിരുന്നു. എന്താണ് യേശു പറയുക, എന്താണ് ചെയ്യുക എന്നത് മറ്റുള്ളവർക്ക് ഊഹിക്കുക പ്രയാസമാണ്. അവൻ എന്തു ചെയ്താലും അമ്മയോ യോസഫോ മറ്റുള്ളവരോ ആ ബാലനോട് ദേഷ്യപ്പെട്ടിരുന്നില്ല. കുട്ടികളോടൊത്ത് കളിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത വല്ല അനുഭവങ്ങളും ഉണ്ടായാൽ മറ്റു കുട്ടികൾ സാധാരണ ചെയ്യുന്നത് പോലെ യേശു കരഞ്ഞിരുന്നില്ല.
നല്ലത് വല്ലതും താൻ ചെയ്തുവെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ അഭിമാനം കൊണ്ടിരുന്നതുമില്ല. പഠിപ്പിലെന്ന പോലെ കളിയിലും യേശു അനായാസം മുന്നോട്ടുപോയി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നസ്രത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമായിരുന്നു എന്നറിയുന്നത് നമുക്കൊരു പുതുമയായിരിക്കും. മാത്രമല്ല, 6 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വല്ലവരും വിദ്യാലയത്തിൽ പോകാതിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിരുന്നു. മകന്റെ ബാല്യകാലത്തെപ്പറ്റി മറിയ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്: താൻ ആരാണെന്ന് കുട്ടിക്കാലത്ത് തന്നെ എന്റെ മകൻ അറിഞ്ഞിരുന്നു. അവന്റെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും എനിക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കട്ടിലിൽ കിടക്കുമ്പോൾ കൂടി എന്തെല്ലാമോ ചിന്തിക്കുകയാണെന്ന് തോന്നും അവന്റെ മുഖം നോക്കിയാൽ. ശാന്തനായ ഒരു കുട്ടിയായിരുന്നു യേശു. വിശപ്പ് തോന്നുമ്പോൾ കൂടി അവൻ കരഞ്ഞിരുന്നില്ല. അവന്റെ ഉറക്കം സുഖമാവുന്നില്ലേ എന്നറിയാനായി ചിലപ്പോൾ ഞാൻ വിളക്കെടുത്ത് കൊണ്ടുപോയി നോക്കും. അപ്പോൾ അവൻ ഓമന കണ്ണുകൾ തുറന്ന് എന്റെ മുഖത്ത് നോക്കും, താൻ സുഖമായി കിടക്കുകയാണെന്ന് പറയുന്ന ഭാവത്തോടെ. അവൻ ആരോഗ്യവും പ്രസരിപ്പും ഉള്ള കുട്ടിയായിരുന്നു. നല്ല അനുസരണയും ഉള്ളവനും. പലപ്പോഴും വളരെ നേരം മിണ്ടാതെ ഒരിടത്തിരിക്കും. യോസഫ് കൊടുക്കുന്ന കളിസമ്മാനങ്ങൾ അവൻ ഉത്സാഹത്തോടെ എടുത്ത് കളിക്കും. മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇതെല്ലാം നിർത്തി ആകാതെ ഇരിക്കും. എന്തോ ആലോചിക്കുകയാണെന്ന് തോന്നും ആ ഇരിപ്പ് കണ്ടാൽ. ഒന്നിച്ച് കളിച്ചിരുന്ന കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചിലപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് എണീറ്റ് എവിടെയെങ്കിലും പോയി തനിയെ ഇരിക്കും. ഒരിക്കൽ താൻ കരയുന്നത് അവൻ കണ്ടു. അവൻ ഉണ്ടാകുവാൻ പോകുന്ന ഭയങ്കരാനുഭവങ്ങളെ ഓർത്ത് വേദനപ്പെടുകയായിരുന്നു ഞാൻ. ജീവനേക്കാൾ പ്രിയപ്പെട്ടവനാണ് എനിക്കെന്റെ മകൻ. പലപ്പോഴും ഞാൻ ആലോചിക്കും, ഈ ലോകത്ത് ജനിക്കേണ്ടവനാണോ അവനെന്ന്. ഞാൻ കരയുന്നത് കണ്ടപ്പോൾ അവൻ എന്റെ അടുക്കൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അന്ന് അവന് 10 വയസ്സേ പ്രായമായിരുന്നുള്ളൂ. എന്നോടൊന്നും പറയാതെ അവൻ കൈകൊണ്ട് എന്റെ കണ്ണീർ തുടച്ചു. അപ്പോൾ എനിക്ക് പിന്നെയും കരച്ചിൽ വന്നു. അമ്മ കരയണ്ട, ഞാൻ എപ്പോഴും അമ്മയോടൊന്നിച്ചുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ എന്നെ ആശ്വസിപ്പിച്ചു.